ഏക്കറിന് മുകളിൽ സ്ഥലമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് മാസത്തിൽ നിങ്ങൾക്ക് 30,000 സേവ് ചെയ്യാൻ പറ്റുന്ന വിശ്വസിക്കാൻ പറ്റുമോ? ഇപ്പോൾ നിങ്ങൾ ട്രാക്ടർ വെച്ചിട്ടാണ് നിലം ഉഴുതുകൊണ്ടിരിക്കുന്നത്. അത് ആ കാലം. ഇത് പവർ വീഡറിന്റെ കാലം. 11 HP ഈ ഡീസൽ എഞ്ചിൻ പവർ വീഡർ ഞങ്ങൾ കൊടുക്കുന്ന അതേ പ്രൈസിൽ വേറെ ആരും കൊടുക്കുമെന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഈ പവർ വീഡർ ഫ്രീ ആയിട്ട് തരുന്നതാണ്. പണ്ടത്തെ കാലത്തൊക്കെ വ്യവസായികളോട് ചോദിക്കുവാണെങ്കിൽ കള എടുക്കുന്നതാണ് കഷ്ടം എന്ന് പറയും. പക്ഷെ ഇന്ന് ചോദിക്കുവാണെങ്കിൽ കള എടുക്കാൻ ഒരാളെ കിട്ടുന്നതാണ് കഷ്ടം. ഇനി ആളെ കിട്ടിയാൽ തന്നെ ആൾ കൂലി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ആളുകൾ കറക്റ്റ് സമയത്ത് വരണമൊന്നുമില്ല. അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരമാണ് ഒരു പവർ വീഡർ യൂസ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പവർ വീഡർ എങ്ങനെ നോക്കി വാങ്ങാനും എന്തൊക്കെ നോക്കി വാങ്ങാനും എവിടെ നിന്ന് നോക്കി വാങ്ങാമെന്നാണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരേക്കർ കള എടുക്കാൻ വേണ്ടിയിട്ട് 8 പേരുടെ ആവശ്യമുണ്ട്. അഥവാ 8 പേർക്ക് കൂലി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ സ്ഥലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും കൂലി എന്ന് പറയുന്നത്. ഇതിപ്പോ ഒരാൾക്ക് 450 രൂപയാന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ 8 പേർക്ക് ഒരേക്കർ കള എടുക്കുന്നതിന് 3600 വരെ ചെലവ് വരും. പക്ഷെ ഇത് തന്നെ നിങ്ങളൊരു പവർ വീഡർ ഒരാളെ വെച്ച് ചെയ്യിക്കുകയാണെങ്കിൽ 60 രൂപയിൽ ചെലവ് വരുന്നുള്ളൂ. അത് തന്നെ നമ്മുടെ MDMൽ. അപ്പൊ ഡീസൽ എഞ്ചിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂറിൽ 1.5 ലിറ്റർ ഡീസൽ ചെലവ് വരുന്നുള്ളൂ. ഇപ്പോഴത്തെ ഡീസലിന് വില വെച്ച് നോക്കുകയാണെങ്കിൽ 1 ലിറ്റർ ഡീസലിന് നിങ്ങൾക്ക് 100 രൂപ ചെലവ് വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ 1.5 ലിറ്റർ ഡീസലിന് വെറും 150 രൂപ ചെലവ് വരുന്നുള്ളൂ. അങ്ങനെ നോക്കിയാൽ മൊത്തത്തിൽ ഒരു 300 ചെലവ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ആ 3600 300 കുറയ്ക്കുകയാണെങ്കിൽ 3300 ലാഭം കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ MDMൽ പല ടൈപ്പിലുള്ള പവർ വീഡേഴ്സ് അവൈലബിൾ ആണ്. അത് കാവേരി, യമുന എന്ന് പറഞ്ഞാൽ അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ 11 HP എടുക്കുന്നത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ട്രാക്ടർ ഒക്കെ നോക്കുവാണെങ്കിൽ ഭയങ്കര പൈസ ഉണ്ട്. അത് 4 ലക്ഷം രൂപയ്ക്കാണ് ട്രാക്ടറിന് വരുന്നത്. അപ്പൊ അതെല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മുടെ MDMൽ 11 HP ഡീസൽ എഞ്ചിന്റെ പവർ വീഡർ ആകുമ്പോൾ നിങ്ങൾക്ക് കളി എടുക്കാം, വട്ടപ്പാത്തി എടുക്കാം, നിങ്ങൾക്ക് കട്ടിയുള്ള മണ്ണിലൊക്കെ ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റും. ഇനി നമ്മുടെ ഈ പവർ വീഡർ വന്നിട്ട് 11 HP ഒക്കെയാണ്. സോ പെട്ടെന്ന് ഹീറ്റ് ആവില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം നമ്മുടെ എയർ കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എത്ര യൂസ് ചെയ്താലും ഹീറ്റ് ആവുന്ന ഇഷ്യൂസേ വരത്തില്ല. അതുപോലെ തന്നെ 11 HP ആയതുകൊണ്ട് തന്നെ വൽ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ല ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൽ സ്റ്റാർട്ട് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമേ ഇല്ല. ഈസി ആയിട്ട് സെൽഫ് സ്റ്റാർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പവർ വീഡറിന്റെ ഗിയർ ബോക്സ് നോക്കുകയാണെങ്കിൽ നല്ല ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ് വരുന്നത്. കാരണം 11 HP ആയതുകൊണ്ട് തന്നെ ഹൈ ടോർക്കായിരിക്കും. സോ ഒരു ടോർക്കിന് ഈക്വലായിട്ട് രീതിക്കുള്ള ഗിയർ ബോക്സ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ വേറെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഹാൻഡിൽ വന്നിട്ട് 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് മാത്രമല്ല ചെറിയവരായിക്കോട്ടെ വലിയവരായിക്കോട്ടെ നിങ്ങൾക്ക് ഇതിന്റെ ഹാൻഡിൽ അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റുന്നതാണ്. ഇനി വേറെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു മെഷീനിൽ നമ്മൾ സേഫ്റ്റി ക്ലച്ച് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് മെഷീൻ പെട്ടെന്ന് നിർത്തണമെന്ന് തോന്നുവാണെങ്കിൽ ഈ സേഫ്റ്റി ക്ലച്ച് ജസ്റ്റ് വിട്ടാൽ മെഷീൻ താനെ ഓഫ് ആയിക്കോളും. അതുപോലെ വേറെ കാര്യം നോക്കുകയാണെങ്കിൽ റിവേഴ്സ് ഗിയറും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് മെഷീൻ പുറകോട്ട് വലിക്കണമെങ്കിൽ വലിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റിവേഴ്സ് ഗിയർ ഇട്ടാൽ മെഷീൻ ഓട്ടോമാറ്റിക്കലി പുറകോട്ട് വലിഞ്ഞോളൂ. ഇതിൽ മൊത്തത്തിൽ 3 ഗിയർ വരുന്നുണ്ട്. ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, ന്യൂട്രൽ. ഫസ്റ്റ് ഗിയർ നോക്കുകയാണെങ്കിൽ ടോർക്ക് കൂടുതലായിരിക്കും, എന്നാൽ സ്ലോ ആയിരിക്കും. സെക്കൻഡ് ഗിയർ നോക്കുകയാണെങ്കിൽ സ്പീഡ് കൂടുതലായിരിക്കും, എന്നാൽ ടോർക്ക് കുറവായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളിപ്പോൾ കാറിലൊക്കെ സ്ക്രൂസ് കൺട്രോൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ നമ്മുടെ MDMന്റെ പവർ വീഡറിലും സ്ക്രൂസ് കൺട്രോളർ ഉണ്ട്. സോ നിങ്ങൾക്ക് സ്പീഡ് കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ എത്രത്തോളം പണിയെടുക്കുന്നു ആ സമയം വരെ സ്പീഡ് കോൺസ്റ്റന്റ് ആക്കി വെച്ചോളൂ. ഈ ഒരു മെഷീനിൽ ഹെവി ടയേഴ്സ് ആണ് വരുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ പറമ്പിലുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി നിങ്ങൾക്ക് ഇതിനകത്ത് ട്രോൾ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഹെവി ടയേഴ്സ് ഉള്ളതുകൊണ്ടും ഹൈ ടോർക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഈ ഒരു മെഷീന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ കണ്ടു. ഇനി ഈ ഒരു മെഷീൻ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ലാൻഡ് ആയിക്കോട്ടെ എല്ലായിടത്തും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഒരു മെഷീന്റെ പ്രൈസ് ഡിസ്കൗണ്ടിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലോഞ്ചിങ് ഓഫറൊക്കെ ആയിട്ട് 79,990 രൂപ മെഷീൻ നമ്മളിപ്പോൾ 10,000 ഡിസ്കൗണ്ടിൽ 69,990 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇത് എല്ലാവർക്കും ഒന്നുമല്ല, ലോഞ്ചിങ് ഓഫറായിട്ട് ആദ്യം വിളിച്ച് വിളിക്കുന്ന 10 പേർക്കാണ് ഈ ഓഫർ വരുന്നത്. സോ ഓഫർ മിസ്സാക്കാതെ വേഗം തന്നെ വിളിക്കുക.